ദിശയ്ക്ക് നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 500 മോസ്റ്റ് എക്സ്പെക്റ്റഡ് GK ക്വസ്റ്റ്യൻ സീരീസിലെ ആ സീരീസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണോ ആ ടൈമിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കൊടുക്കുക. പിന്നീടുള്ള നിങ്ങളുടെ ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വിച്ച് ചൈനീസ് ട്രാവലർ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഹർഷവർദ്ധന? ഹർഷവർദ്ധന്റെ ടൈം പീരീഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത ചൈനീസ് ട്രാവലർ ആരാണ്? ആരാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ ഹുയാൻസാങ്. പഠിച്ചോളുക. ഹർഷവർദ്ധന്റെ ടൈം പീരീഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ചൈനീസ് ട്രാവലർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഹുയാൻസാങ് ആണ്. ഇവിടുന്ന് മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അവയെ ഫാക്റ്റുകളാക്കി പറഞ്ഞുതരാം. ഹർഷവർദ്ധന ഏത് ഡൈനാസ്റ്റി റൂളർ ആണെന്ന് അറിയണം. വർദ്ധന ഡൈനാസ്റ്റി. കേട്ടോ, ഏതാണ്? വർദ്ധന ഡൈനാസ്റ്റി അല്ലെങ്കിൽ പുഷ്യഭൂതി ഡൈനാസ്റ്റി. കേട്ടോ, വർദ്ധന ഡൈനാസ്റ്റി അല്ലെങ്കിൽ പുഷ്യഭൂതി ഡൈനാസ്റ്റി റൂളർ ആണ് ആരെന്ന് പറയുന്നത്? ഹർഷവർദ്ധനൻ എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഹർഷവർദ്ധനന്റെ റൂളിംഗ് പീരീഡ് എപ്പോഴാണ്? 606 മുതൽ 647 വരെയാണ് ഹർഷവർദ്ധനന്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല. ഒപ്പം എഗെയിൻ ക്വസ്റ്റ്യൻ വന്നു, ഹർഷവർദ്ധനന് മുന്നേ ഈ ഡൈനാസ്റ്റി റൂൾ ചെയ്തിരുന്നത് ആരായിരുന്നു? ഹർഷവർദ്ധനന് മുന്നേ വർദ്ധന ഡൈനാസ്റ്റി റൂൾ ചെയ്തിരുന്നത് ഹർഷവർദ്ധനന്റെ ബ്രദർ ആയിട്ടുള്ള രാജ്യവർദ്ധനയായിരുന്നു. അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആരാണ്? രാജ്യവർദ്ധന. അതുപോലെ തന്നെ അവസാനത്തെ ബുദ്ധിസ്റ്റ് കിങ്, ലാസ്റ്റ് ബുദ്ധിസ്റ്റ് കിങ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ആൻസർ ആരാണ്? ഹർഷവർദ്ധനാണ്. ഓക്കെ, ലാസ്റ്റ് ബുദ്ധിസ്റ്റ് കിങ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഹർഷവർദ്ധൻ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. വർദ്ധന ഡൈനാസ്റ്റി അല്ലെങ്കിൽ പുഷ്യഭൂതി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ഹർഷവർദ്ധന. ഹർഷവർദ്ധനന്റെ റൂളിംഗ് പീരീഡ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 606 മുതൽ 647 വരെയാണ്. ഹർഷവർദ്ധനന് മുന്നേ ഈ ഡൈനാസ്റ്റി റൂൾ ചെയ്തിരുന്ന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജ്യവർദ്ധനയാണ്. ലാസ്റ്റ് ബുദ്ധിസ്റ്റ് കിങ്, അവസാനത്തെ ബുദ്ധിസ്റ്റ് കിങ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ഹർഷവർദ്ധനാണ്. ഒപ്പം ഇവിടെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഹർഷവർദ്ധന്റെ കോട്ട ആര് വിസിറ്റ് ചെയ്തു? ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഹുയാൻസാങ് വിസിറ്റ് ചെയ്തു. ഇതിനോടുള്ള ഓണർ പ്രകാരമാണ് കനൗജ് അസംബ്ലി നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കനൗജ് അസംബ്ലി ശരിക്കും ഹെൽഡ് ചെയ്യുന്നത് ഹുയാൻസാങ് ഇങ്ങോട്ട് വന്നതിന്റെ ഓണർ പ്രകാരമാണ് എന്ത് ഹെൽഡ് ചെയ്യുന്നത്? കനൗജ് അസംബ്ലി ഹെൽഡ് ചെയ്യുന്നത്. കേട്ടോ, അപ്പൊ കനൗജ് അസംബ്ലി ഹെൽഡ് ചെയ്യുന്നത് ഹർഷവർദ്ധന്റെ കോട്ടയിലോട്ട് ആര് വിസിറ്റ് ചെയ്തു? ഹുയാൻസാങ് വിസിറ്റ് ചെയ്തു. അപ്പൊ അതോടുള്ള ഓണർ പ്രകാരമാണ് കനൗജ് അസംബ്ലി ഹെൽഡ് ചെയ്യുന്നത്. ഓക്കെ, അറിയുക, ഹർഷവർദ്ധനന്റെ കോട്ടിലുണ്ടായിരുന്ന ആളായിരുന്നു ആര്? ബാണഭട്ട. ഓക്കെ, ഹർഷവർദ്ധനന്റെ കോട്ടിലുണ്ടായിരുന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത്? ബാണഭട്ട. ബാണഭട്ട എഴുതിയ ബുക്കുകളാണ് ഏതൊക്കെയെന്ന് അറിയാമോ? ഹർഷചരിതയും അതുപോലെ തന്നെ കാദംബരി. ഓക്കെ, ഹർഷചരിത അതുപോലെ തന്നെ കാദംബരി. ഹർഷചരിതയും കാദംബരി, ഹർഷചരിതയും കാദംബരിയും എഴുതിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ബാണഭട്ടയാണ്. ഓക്കെ, അപ്പോൾ വർദ്ധന ഡൈനാസ്റ്റി അല്ലെങ്കിൽ പുഷ്യഭൂതി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? ഹർഷവർദ്ധനാണ്. ഹർഷവർദ്ധന്റെ റൂളിംഗ് പീരീഡ് എപ്പോഴാണ്? 606 മുതൽ 647 വരെയാണ്. ഹർഷവർദ്ധനന് മുന്നേ ഈ ഡൈനാസ്റ്റി റൂൾ ചെയ്തിരുന്നത് രാജ്യവർദ്ധനയായിരുന്നു. ലാസ്റ്റ് ബുദ്ധിസ്റ്റ് കിങ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഹർഷവർദ്ധനാണ്. ഹർഷവർദ്ധന്റെ കോട്ടിലോട്ട് ആര് വരുന്നു? ഹുയാൻസാങ് വരുന്നു. ഇതിനുള്ള ഓണർ പ്രകാരമാണ് എന്ത് നടക്കുന്നത്? കനൗജ് അസംബ്ലി ഹെൽഡ് ചെയ്യുന്നത്. ഹർഷവർദ്ധന്റെ കോട്ടിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ബാണഭട്ട. ഹർഷചരിതയും കാദംബരിയും എഴുതിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ബാണഭട്ടയാണ്. ഓക്കെ, ഇനി നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക. ഓക്കെ, നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക. ഇത് മൂന്നും എഴുതിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ഹർഷവർദ്ധൻ ആണ്. കേട്ടോ, ഈ 3 വർക്കുകളും ആരുടേതാണ്? ഹർഷവർദ്ധൻ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്
ഈ പറഞ്ഞ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയാണ് ഓരോ ഫാക്ടുകളാക്കി പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അതെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹർഷവർദ്ധന്റെ വർക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൻസർ നാഗാനന്ദ, രത്നാവലി, പ്രിയദർശിക. അപ്പൊ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർലി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഹർഷവർദ്ധന്റെ കോർട്ട് വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹർഷവർദ്ധന്റെ ടൈം പീരീഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ചൈനീസ് ട്രാവലർ ആണ് ഹുയാങ്സാങ് എന്ന് പറയുന്നത്. ഹർഷവർദ്ധൻ എന്ന് പറയുമ്പോൾ വർദ്ധന ഡൈനാസ്റ്റി അല്ലെങ്കിൽ പുഷ്യഭൂതി ഡൈനാസ്റ്റി റൂളർ ആണ് ആരെന്ന് പറയുന്നത് ഹർഷവർദ്ധന എന്ന് പറയുന്നത്. ഹർഷവർദ്ധനന്റെ റൂളിംഗ് പീരീഡ് അറിയുക 606 മുതൽ 647 വരെയാണ്. ഹർഷവർദ്ധന് മുന്നേ അവിടെ റൂൾ ചെയ്തിരുന്ന ഹർഷവർദ്ധന്റെ ബ്രദർ ആയിരുന്നു രാജ്യവർദ്ധന എന്ന് പറയുന്നത്. ലാസ്റ്റ് ബുദ്ധിസ്റ്റ് കിങ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഹർഷവർദ്ധൻ ആണ്. കനോജ് അസംബ്ലി ഹർഷവർദ്ധനുള്ള ഓണർ പ്രകാരമാണ് കനോജ് അസംബ്ലി ഹെൽഡ് ചെയ്യുന്നത്. ഹർഷവർദ്ധന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ബാണഭട്ട. ഹർഷചരിതയും കാദംബരിയും ഈ 2 വർക്കുകളും എഴുതുന്നത് ആരാണ്? ബാണഭട്ടയാണ്. അതുപോലെ തന്നെ ഹർഷവർദ്ധന്റെ വർക്കാണ് ഏതൊക്കെ? നാഗാനന്ദ, രത്നാവലി ആൻഡ് പ്രിയദർശിക. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദി ഓഥർ ഓഫ് ഇൻഡിക്ക? ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മെഗസ്തനീസ് ആണ്. കേട്ടോ, ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മെഗസ്തനീസ്. അപ്പോ അർദ്ധശാസ്ത്ര എഴുതിയത് ആരാണ്? അർദ്ധശാസ്ത്ര എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കൗടില്യ. കേട്ടോ, അർദ്ധശാസ്ത്ര എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? കൗടില്യാണ്. പഞ്ചതന്ത്ര എഴുതിയത് പഞ്ചതന്ത്ര എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വിഷ്ണു ശർമ്മ. ഏൻഷ്യന്റ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ബുക്കുകളാണ് കേട്ടോ. അർദ്ധശാസ്ത്ര എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കൗടില്യ. പഞ്ചതന്ത്ര എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വിഷ്ണു ശർമ്മ. ബൃഹത് സംഹിത എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വരാഹമിഹിര. ബൃഹത് സംഹിത എഴുതിയത് ആരാണ്? വരാഹമിഹിര. അപ്പൊ അത്രയും പോയിന്റുകൾ ഓർത്തോളുക. ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മെഗസ്തനീസ്. അർദ്ധശാസ്ത്ര എഴുതിയത് ആരാണ്? കൗടില്യ. ഈ കൗടില്യന്റെ മറ്റു പേരുകളാണ് എന്തൊക്കെ? ചാണക്യ, അതുപോലെ വിഷ്ണുഗുപ്ത. ചാണക്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത. അപ്പൊ ഓർത്തോളുക, ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മെഗസ്തനീസ്. അർദ്ധശാസ്ത്ര എഴുതാരാണ്? കൗടില്യ. കൗടില്യന്റെ മറ്റു പേരുകളാണ് ചാണക്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത എന്ന് പറയുന്നത്. പഞ്ചതന്ത്ര എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ വിഷ്ണു ശർമ്മ. ബൃഹത് സംഹിത എഴുതിയത് ആരാണ്? വരാഹ മിഹിര. അത്രേ ഓർക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദ ക്യാപിറ്റൽ ഓഫ് വാജി മഹാജനപദ. അപ്പൊ നമുക്കറിയാം ടോട്ടൽ എത്ര മഹാജനപദമായിരുന്നു ഉണ്ടായിരുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ എത്ര മഹാജനപദമായിരുന്നു ഉണ്ടായിരുന്നത്? ടോട്ടൽ എത്ര മഹാജനപദമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 16 മഹാജനപദമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വാജി മഹാജനപദയുടെ ക്യാപിറ്റൽ എവിടെയാണ്? വാജി മഹാജനപദയുടെ ക്യാപിറ്റൽ ആണ് ആൻസർ വൈശാലി. അപ്പൊ അത് അങ്ങനെ തന്നെ ഓർത്തോളുക. വാജി മഹാജനപദയുടെ ക്യാപിറ്റൽ വാജി മഹാജനപദയുടെ ക്യാപിറ്റൽ ആണ് എവിടെ എന്ന് പറയുന്നത്? വൈശാലി എന്ന് പറയുന്നത്. നമ്മൾ ടോട്ടൽ എത്ര മഹാജനപദങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞേ? 16 മഹാജനപദങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞേ അല്ലേ? അപ്പൊ അതില് വാജിയുടെ ക്യാപിറ്റൽ ആണ് എവിടെ എന്ന് പറയുന്നത്? വൈശാലി എന്ന് പറയുന്നത്. ആവന്തി മഹാജനപദയുടെ ക്യാപിറ്റൽ ആണ് ഏത്? ഉജ്ജയിൻ. കേട്ടോ, ആവന്തി മഹാജനപദയുടെ ക്യാപിറ്റൽ ആണ് എന്ന് പറയുന്നത് ഉജ്ജയിൻ എന്ന് പറയുന്നത്. അതുപോലെ ഗന്ധാര മഹാജനപദയുടെ ക്യാപിറ്റൽ ആണ് തക്ഷില. കേട്ടോ, ഗന്ധാര മഹാജനപദയുടെ ക്യാപിറ്റൽ ആണ് എവിടെ എന്ന് പറയുന്നത്? തക്ഷില. അപ്പൊ വാജി മഹാജനപദയുടെ ക്യാപിറ്റൽ ആണ് വൈശാലി. ആവന്തി മഹാജനപദയുടെ ക്യാപിറ്റൽ ആണ് ഉജ്ജയിൻ. ഗന്ധാര മഹാജനപദയുടെ ക്യാപിറ്റൽ ആണ് എവിടെ എന്ന് പറയുന്നത്? തക്ഷില എന്ന് പറയുന്നത്. ഇത് മൂന്നും ഒന്ന് നോട്ട് ചെയ്തോളുക. ഇത് മൂന്നും പലതവണയായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. 16 മഹാജനതയുണ്ട്. എല്ലാത്തിനെയും ക്യാപിറ്റൽ ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷെ ഇത് മൂന്നും ഒന്ന് പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഈ 16 മഹാജനപദയില്
ഏറ്റവും ശക്തി ആർജിച്ച മഹാജനപദയായിരുന്നു മഗധ മഹാജനപദ. ഓക്കെ, 16 മഹാജനപദയില് ഏറ്റവും ശക്തി ആർജിച്ച മഹാജനപദയായിരുന്നു ഏതെന്ന് പറയുന്നത് മഗധ മഹാജനപദ എന്ന് പറയുന്നത്. അപ്പോ ഈ മഗധ മഹാജനപദയുടെ ആദ്യത്തെ ക്യാപിറ്റൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജഗൃഹയിലാണ്. ഓക്കെ, മഗധ മഹാജനപദയുടെ ആദ്യത്തെ ക്യാപിറ്റൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജഗൃഹ. പിന്നീടാണ് ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യുന്നത്? പാടലിപുത്രയിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, മഗധ മഹാജനപദയുടെ ആദ്യത്തെ ക്യാപിറ്റൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജഗൃഹ. പിന്നീടാണ് ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യുന്നത്? പാടലിപുത്രയിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. കഴിഞ്ഞില്ല, ഇവിടുന്ന് അഗൈൻ ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നു. ഈ മഗധ മഹാജനപദയെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന റിവർ ഏതൊക്കെയാണ്? ഗംഗ ആൻഡ് സോൺ റിവർ. കേട്ടോ, മഗധ മഹാജനപദയെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന റിവർ ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗംഗ ആൻഡ് സോൺ റിവർ. കഴിഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഓർത്തോളുക. ഈ മഗധ മഹാജനപദ എലിഫന്റ്സ് വാറിൽ ആദ്യമായിട്ട് എലിഫന്റ്സിനെ യൂസ് ചെയ്യുന്ന മഹാജനപദ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മഗധ മഹാജനപദയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? വാജി മഹാജനപദയുടെ ക്യാപിറ്റൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? വൈശാലിയിലാണ്. ആവന്തി മഹാജനപദയുടെ ക്യാപിറ്റൽ എവിടെയാണ്? ഉജ്ജയിലാണ്. ഗന്ധാര മഹാജനപദയുടെ ക്യാപിറ്റൽ എവിടെയാണ്? തക്ഷശില. നമുക്കറിയാം ഈ 16 മഹാജനപദയില് ഏറ്റവും ശക്തി ആർജിച്ച മഹാജനപദയായിരുന്നു മഗധ മഹാജനപദ എന്ന് പറയുന്നത്. മഗധ മഹാജനപദയുടെ ക്യാപിറ്റൽ എവിടെയാണ്? അത് രാജഗൃഹയിലാണ്. രാജഗൃഹയായിരുന്നു ആദ്യത്തെ ക്യാപിറ്റൽ എങ്കിലും പിന്നീട് ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു? പാടലിപുത്രയിലോട്ട് ചേഞ്ച് ചെയ്തു. ഞാൻ വീണ്ടും പറയുന്നു, അഡീഷണലി നമ്മൾ പറയുന്ന ഓരോ പോയിന്റ്സും എക്സാമിന്റെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാ. സോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാം പഠിച്ചോളുക. മഗധയെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന റിവർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൻസർ ഗംഗ റിവറും അതുപോലെ സോൺ റിവറുമാണ്. എലിഫന്റിനെ ആദ്യമായിട്ട് വാർസിൽ യൂസ് ചെയ്യുന്നത് ആരാണ്? മഗധ മഹാജനപദയാണ്. ഇത്ര ഓർക്കാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എംപറർ അശോക കോൺകേർഡ് കലിംഗ ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് ഓഫ് ഹിസ് കൊറോണേഷൻ? അതായത് അശോകന്റെ കൊറോണേഷൻ കഴിഞ്ഞതിന് ശേഷം, അശോകൻ കിങ് ആയിട്ട് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അശോകൻ കലിംഗ കോൺക്വർ ചെയ്യുന്നത്? അശോകൻ അധികാരത്തിൽ വന്ന് 8 വർഷങ്ങൾക്ക് ശേഷമാണ് അശോകൻ കലിംഗ കോൺക്വർ ചെയ്യുന്നത്. അശോകൻ ഏത് ഡൈനാസ്റ്റി റൂളർ ആണെന്ന് അറിയണം. ഏത് ഡൈനാസ്റ്റി റൂളറാണ്? മൗര്യ ഡൈനാസ്റ്റി റൂളറാണ് അശോകൻ. അശോകന്റെ ഫാദർ ആരായിരുന്നു എന്ന വളരെ സിമ്പിൾ ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആരാണ്? ബിന്ദുസാരയാണ്. അശോകനുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർ ആണ് ഇത് കലിംഗ വാർ. ഈ കലിംഗ വാർ ഏത് വർഷമാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 261 BC-യിലാണ്. മൗര്യ ഡൈനാസ്റ്റി റൂളറാണ് അശോകൻ. അശോകന്റെ ഫാദർ ആയിരുന്നു ആര്? ബിന്ദുസാര. കലിംഗ വാർ അശോകനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. കലിംഗ വാർ ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 261 BC-യിലാണ്. ഒപ്പം ഓർക്കേണ്ട മറ്റു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ചോദിച്ചുള്ള മറ്റു പോയിന്റ്, ഈ കലിംഗ വാറിനെ പറ്റി പറയുന്ന റോക്ക് എഡിക്റ്റ് ഏതാണ്? ഓക്കെ, കലിംഗ വാറിനെ പറ്റി പറയുന്ന റോക്ക് എഡിക്റ്റ് എത്രാമത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 13th റോക്ക് എഡിക്റ്റ് ആണ്. ഓക്കെ, കലിംഗ വാറിനെ പറ്റി പറയുന്ന റോക്ക് എഡിക്റ്റ് എത്രയാണ്? 13th റോക്ക് എഡിക്റ്റ് ആണ്. കഴിഞ്ഞില്ല, എഗെയിൻ ക്വസ്റ്റ്യൻ വന്നു. അശോകനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത അശോകന്റെ വൈഫ് ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അതിന് ആൻസർ കരുവാക്കി. കേട്ടോ, അശോകനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത അശോകന്റെ വൈഫ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? കരുവാക്കിയാണ്. അശോകൻ ഏത് റിലീജിയൻ ആയിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബുദ്ധിസം ആയിരുന്നു. ഏത് റിലീജിയൻ ആയിരുന്നു? ബുദ്ധിസം ആയിരുന്നു. അപ്പൊ അശോകനെ ബുദ്ധിസ്റ്റിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ മോങ്ക്, ആ സന്യാസി ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ ആരാണ്? ഉപഗുപ്തയാണ്. ആരാണ്? ഉപഗുപ്ത. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? അശോകൻ മൗര്യ ഡൈനാസ്റ്റി റൂളർ ആണ്. അശോകന്റെ ഫാദർ ആണ് ബിന്ദുസാര എന്ന് പറയുന്നത്. കലിംഗ വാർ അശോകനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. കലിംഗ വാർ ഏത് വർഷമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 261 BC-യിലാണ്. കലിംഗ വാറുമായിട്ട് റിലേറ്റ് ചെയ്ത റോക്ക് എഡിക്റ്റ് ആണ് റോക്ക് എഡിക്റ്റ് 13 എന്ന് പറയുന്നത്. അശോകനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത അശോകന്റെ വൈഫാണ് കരുവാക്കി. അശോകൻ ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അശോകനെ ബുദ്ധിസ്റ്റിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മോങ്ക് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? ഉപഗുപ്ത.
ഓക്കെ, അപ്പൊ അത്രയും പോയിന്റുകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തോളുക. അപ്പൊ അശോകൻ അധികാരത്തിൽ വന്നു. അശോകന്റെ കൊറോണേഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കലിംഗ വാർ നടക്കുന്നത് വെച്ചാൽ അതിന് ആൻസർ 8 years. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹു വാസ് ദ ലാസ്റ്റ് കിങ് ഓഫ് സുംഗ ഡൈനാസ്റ്റി? സുംഗ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആരാണ്? സുംഗ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ദേവഭൂതിയാണ്. ഓക്കെ, സുംഗ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് കിങ് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ദേവഭൂതിയാണ്. അറിയുക, സുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? സുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പുഷ്യമിത്ര സുംഗ. ഓക്കെ, സുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? പുഷ്യമിത്ര സുംഗയാണ്. ഓക്കെ, സുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? പുഷ്യമിത്ര സുംഗ. പുഷ്യമിത്ര സുംഗയ്ക്ക് ശേഷം പിന്നീട് അധികാരത്തിൽ വരുന്ന ആളാണ് അഗ്നിമിത്ര. ഈ അഗ്നിമിത്രനെ പറ്റിയിട്ടുള്ള ബുക്കാണ് മാളവിക അഗ്നിമിത്രം. മാളവിക അഗ്നിമിത്രം. ഈ മാളവിക അഗ്നിമിത്രം എഴുതിയത് ആരാണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതാരാണ്? കാളിദാസ് ആണ്. ആരാണ്? കാളിദാസ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. സുംഗ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആരായിരുന്നു എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. സുംഗ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആരാണ്? അത് ദേവഭൂതിയാണ്. സുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പുഷ്യമിത്ര സുംഗയാണ്. പുഷ്യമിത്ര സുംഗയ്ക്ക് ശേഷം പിന്നീട് അധികാരത്തിൽ വരുന്ന ആളാണ് അഗ്നിമിത്ര. ഈ അഗ്നിമിത്രനെ പറ്റിയിട്ടുള്ള ബുക്കാണ് മാളവിക അഗ്നിമിത്രം എന്ന് പറയുന്നത്. അത് എഴുതിയത് ആരാണ്? കാളിദാസനാണ്. ഓക്കെ, കഴിഞ്ഞില്ല. എഗെയിൻ വന്നു, ക്വസ്റ്റ്യൻ വന്നു. പതഞ്ജലി. നമ്മുടെ പുഷ്യമിത്ര സുംഗന്റെ സമയത്ത് ഉണ്ടായിരുന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത്? പതഞ്ജലി എന്ന് പറയുന്നത്. ഈ പതഞ്ജലിയുടെ 2 വർക്കുകൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. യോഗസൂത്ര എഴുതിയത് ആരാണ്? പതഞ്ജലിയാണ്. അതുപോലെ മഹാഭാഷ്യ. ഓക്കെ, യോഗസൂത്രയും അതുപോലെ മഹാഭാഷ്യയും എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? പതഞ്ജലിയാണ്. അപ്പൊ സുംഗ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് കിങ് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ദേവഭൂതി. സുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് പുഷ്യമിത്ര സുംഗ. പുഷ്യമിത്ര സുംഗന് ശേഷം അധികാരത്തിൽ വരുന്ന ആളാണ് അഗ്നിമിത്ര. ഇവരെഴുതിയ ബുക്കാണ് ഏത്? മാളവിക അഗ്നിമിത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഓർക്കണ്ടേ. സുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ പുഷ്യമിത്ര സുംഗ. പുഷ്യമിത്ര സുംഗന് ശേഷം അധികാരത്തിൽ വരുന്നത് അഗ്നിമിത്ര. ഈ അഗ്നിമിത്രയെ പറ്റിയിട്ടുള്ള ബുക്കാണ് മാളവിക അഗ്നിമിത്രം. അത് എഴുതിയത് ആരാണ്? കാളിദാസനാണ്. ഈ ടൈം പീരീഡ് ഉണ്ടായിരുന്ന ആളായിരുന്നു പതഞ്ജലി. 2 ബുക്കുകളും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പതഞ്ജലിയുടെ വർക്കാണ് യോഗസൂത്ര, അതുപോലെ മഹാഭാഷ്യ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. പഠിക്കുമ്പോൾ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യല്ലേ, എല്ലാം ഓർത്ത് പഠിക്കുക. അടുത്തേന്ന് പറയുന്നത് the famous Arabic scholar Al-Biruni came to contact with India through dash in the 11th century. അപ്പൊ അൽബറൂണി ഇതിനകത്ത് ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? മഹമ്മൂദ് ഗസ്നാവി അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പറയും മുഹമ്മദ് ഗസ്നിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ആര്? അൽബറൂണി. അൽബറൂണിയുടെ വർക്കാണ് ഏതെന്ന് പറയുന്നത്? താരിഖുൽ ഹിന്ദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ താരിഖുൽ ഹിന്ദ് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? അൽബറൂണിയാണ്. ഓക്കെ, താരിഖുൽ ഹിന്ദ് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? അൽബറൂണിയാണ്. അതുപോലെ തന്നെ ഷാനാമ എഴുതിയത് ആരാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഷാനാമ എഴുതിയത് ആരാണ്? അത് ഫിർദൌസിയാണ്. ആരാണ്? ഫിർദൌസി. അപ്പൊ താരിഖുൽ ഹിന്ദ് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അൽബറൂണി. ഷാനാമ എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? ഫിർദൌസിയാണ്. താരിഖുൽ ഹിന്ദ് ആണെങ്കിൽ അൽബറൂണി, ഷാനാമ എഴുതിയത് ആരാണ്? ഫിർദൌസിയാണ്. അതുപോലെ തന്നെ കിതാബുൽ യാമിനി. കിതാബുൽ യാമിനി എഴുതിയത് ആരാണ്? അത് ഉത്ബിയാണ്. ആരാണ്? ഉത്ബി. താരിഖുൽ ഹിന്ദ് എഴുതിയത് അൽബറൂണി, ഷാനാമ എഴുതിയത് ഫിർദൌസി, കിതാബുൽ യാമിനി എഴുതിയത് ആരാണ്? ഉത്ബിയാണ്. ഓക്കെ, താരിഖുൽ ഹിന്ദ് എഴുതിയത് അൽബറൂണി, ഷാനാമ എഴുതിയത് ഫിർദൌസി, കിതാബുൽ യാമിനി എഴുതിയത് ആരാണ്? ഉത്ബിയാണ്. ഓക്കെ, ഇനി ഒരു തവണ ക്വസ്റ്റ്യൻ വന്നു, അറബ് കോൺക്വസ്റ്റിനെ പറ്റി പറയുന്ന ബുക്ക് ഏതാണ്? ഓക്കെ, അറബ് കോൺക്വസ്റ്റിനെ പറ്റി പറയുന്ന ബുക്കാണ് ചാഷ്നാമ. ഓക്കെ, അറബ് കോൺക്വസ്റ്റിനെ പറ്റി പറയുന്ന ബുക്കാണ് ഇത് ചാഷ്നാമ. ഇത് എഴുതിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ അലി കുഫി. ഓക്കെ, അറബ് കോൺക്വസ്റ്റിനെ പറ്റി പറയുന്ന ബുക്കാണ് ഇത് ചാഷ്നാമ.
ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അലി കുഫി. ഓക്കെ, അറബ് കോൺക്വസ്റ്റിനെ പറ്റി പറയുന്ന ബുക്കാണ് ഇത്, ഷാസ്നാമ. ഇത് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? അലി കുഫിയാണ്. ഓക്കെ, നമുക്കറിയാം മുഹമ്മദ് ഗസ്നി അല്ലെ? മുഹമ്മദ് ഗസ്നി, ഇത് ഞാനൊന്ന് എറേസ് ചെയ്യുവാണേ. ഇത്ര ഓക്കെ ആണല്ലോ. താരിഖുൽ ഹിന്ദ് എഴുതിയത് അൽബറൂണി, ഷാനാമ എഴുതിയത് ഫിർദൌസി, കിതാബുൽ യാമിനി എഴുതിയത് ഉദ്ബിയാണ്, ഷാസ്നാമ എഴുതിയത് അലി കുഫി. ഈ 4 എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നി ശരിക്കും ഇന്ത്യയിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത് 1000 AD പക്ഷെ മേജർ അറ്റാക്ക് ഒക്കെ എന്ന് പറയുന്നത് 1001 1001 AD മഹമ്മൂദ് ഗസ്നിയുടെ മെയിൻ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മേജർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. അത് ആരൊക്കെ തമ്മിലാണ്? ജയപാലനും അതുപോലെ ഗസ്നിയും. ജയപാലനും ഗസ്നിയും. ഈ യുദ്ധത്തിൽ ആരാണ് ജയിക്കുന്നത്? ഗസ്നിയാണ് ജയിക്കുന്നത്. യുദ്ധത്തിൽ പരാജയപ്പെട്ട ജയപാലൻ സ്വന്തമായിട്ട് തീ കൊളുത്തി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ നമുക്കറിയാം എപ്പോഴും അച്ഛൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിനെതിരെ ആര് പ്രതികാരം ചെയ്യും? മകൻ പ്രതികാരം ചെയ്യും. 7 വർഷങ്ങൾക്ക് ശേഷം 1008 1008 AD ജയപാലന്റെ മകനായിട്ടുള്ള അനന്തപാലനും ആരും തമ്മിൽ അഗൈൻ യുദ്ധം നടക്കുന്നു? ഗസ്നിയും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഇതിലും ആര് തന്നെയാണ് ജയിക്കുന്നത്? ഗസ്നി തന്നെയാണ് ജയിക്കുന്നത്. ഇവിടെ ഓർത്തോളുക, 1001 AD നടന്ന ഈ യുദ്ധത്തെയാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് വൈഹിന്ദ്. ഓക്കെ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് വൈഹിന്ദ് 1001 AD നടന്ന ഈ യുദ്ധത്തെയാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് വൈഹിന്ദ് എന്ന് അറിയപ്പെടുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? ജയപാലനും ഗസ്നിയും. ആര് ജയിക്കുന്നു? ഗസ്നി ജയിക്കുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം 1008 AD ജയപാലന്റെ മകനായിട്ടുള്ള അനന്തപാലനും ഗസ്നിയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അതിലും ജയിക്കുന്ന ആര് തന്നെയാണ്? ഗസ്നി തന്നെയാണ്. അതിനുശേഷം എഗൈൻ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. 1018 AD 1018 AD കനൗജ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആര്? ഗസ്നി. ഓക്കെ, കനൗജ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആര്? ഗസ്നി. ഗസ്നി കനൗജ് അറ്റാക്ക് ചെയ്യുന്നു. 1018 AD ഗസ്നി കനൗജ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ കനൗജ് ഗസ്നി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ റൂളർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. 1018 AD കനൗജ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ റൂളർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജ്യപാല പ്രതിഹാര. ഓക്കെ, ഇവിടുത്തെ റൂളർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജ്യപാല പ്രതിഹാരയായിരുന്നു. രാജ്യപാല പ്രതിഹാരം. അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗസ്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറ്റാക്ക് ആണ് 1025 AD സോമനാഥ് ടെമ്പിൾ അറ്റാക്ക്. 1025 AD സോമനാഥ് ടെമ്പിൾ അറ്റാക്ക്. നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? 1000 AD ആദ്യമായിട്ട് ഗസ്നി ഒരു അറ്റാക്ക് നടത്തിയത്. ഇവിടെ അത് മേജർ അറ്റാക്ക് ഒന്നും ആയിരുന്നില്ല, കുറച്ച് ടൗണുകളൊക്കെ അറ്റാക്ക് ചെയ്തു. 1001 AD ഫസ്റ്റ് മേജർ അറ്റാക്ക്. ഇതുണ്ടല്ലോ, ചില സ്ഥലങ്ങളിൽ 1001 AD ആദ്യത്തെ അറ്റാക്ക് എന്ന് പറഞ്ഞതിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് മേജർ അറ്റാക്ക് എന്ന് തന്നെയാ 1001 AD ഫസ്റ്റ് ബാറ്റിൽ ഓഫ് വൈഹിന്ദ്. ജയപാലനും ഗസ്നിയും തമ്മിൽ ആര് ജയിക്കുന്നു? ഗസ്നി ജയിക്കുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം 1008 AD സെക്കൻഡ് ബാറ്റിൽ ഓഫ് വൈഹിന്ദ്. ജയപാലന്റെ മകനായിട്ടുള്ള അനന്തപാലനും ഗസ്നിയും. അതിലും ആര് ജയിക്കുന്നു? ഗസ്നിയാണ് ജയിക്കുന്നു. അതിനുശേഷം വീണ്ടും 1018 AD കനൗജ് അറ്റാക്ക് ചെയ്യുന്നു. കനൗജ് അസംബ്ലി നമ്മൾ ഹർഷവർദ്ധന്റെ സമയത്തല്ലേ പറഞ്ഞേ? കനൗജ് അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് കനൗജിലെ റൂളർ ആരായിരുന്നു? രാജ്യപാല പ്രതിഹാര. 1025 AD സോമനാഥ ടെമ്പിൾ അറ്റാക്ക് നടക്കുന്നത്. അപ്പോ 1000-നും 1025-നും ഇടയ്ക്ക് എത്ര തവണ ഗസ്നി ഇന്ത്യ അറ്റാക്ക് ചെയ്തു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്? 17 ടൈംസ്. കേട്ടോ, 1000-നും 1025-നും ഇടയ്ക്ക് ഗസ്നി എത്ര തവണ ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എത്രയാണ്? 17 ടൈംസ് ആണ്. എത്രയാണ്? 17 ടൈംസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. Who among the following was the daughter of Iltutmish, a ruler of slave Mamluk dynasty? സ്ലേവ് ഡൈനാസ്റ്റി റൂളർ ആയിരുന്ന ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന്റെ ഡോട്ടർ ആരാണ്? Only one woman ruler in Delhi Sultanate. ഡൽഹി സുൽത്താനേറ്റിലെ ഒരേ ഒരു വുമൺ റൂളർ, അതായത് ഡോട്ടർ ഓഫ് ഇൽത്തുമിഷ്.
ഇൽത്തുമിഷിന്റെ മകളായിട്ടുള്ള റസിയ സുൽത്താനാണ്. ഡൽഹി സുൽത്താനേറ്റിലെ ഒരേ ഒരു വുമൺ റൂളർ ഇൽത്തുമിഷിന്റെ മകളായിട്ടുള്ള റസിയ സുൽത്താനാണ്. അറിയുക, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് നമുക്കറിയാം കുറെ ഡൈനാസ്റ്റി ഉണ്ടല്ലേ. സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. അതിലവിടെ നിൽക്കട്ടെ. ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈം പീരീഡ് അറിയുക 1206 മുതൽ 1526 വരെയാണ്. ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? ഐബക്കിനെയാണ്. ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഐബക്കിനെയാണ്. അതിനുശേഷം ഐബക്ക് ശരിക്കും പോളോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പോളോയുടെ മറ്റൊരു പേരാണ് ചൗഗാൻ. ചൗഗാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോഴ്സിന്റെ മുകളിൽ നിന്ന് വീണ്ടാണ് ആര് മരണപ്പെടുന്നത്? ഐബക്ക് മരണപ്പെടുന്നത്. ഐബക്കിന് ശേഷം പിന്നീട് അധികാരത്തിലേക്ക് വന്ന റൂളറാണ് ആരെന്ന് പറയുന്നത്? ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആരാ? ഐബക്ക. റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ റിയൽ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? അത് ഇൽത്തുമിഷിനെയാണ്. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റിന്റെ റിയൽ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 കോയിൻസ് ആണ് സിൽവർ തങ്കയും കോപ്പർ ജിറ്റലും. കേട്ടോ, ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 കോയിൻ ആണ് സിൽവർ തങ്കയും കോപ്പർ ജിറ്റലും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആണ്. കോപ്പർ ജിറ്റല്, സിൽവർ തങ്ക 2 കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡൽഹി സുൽത്താനിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ഐബക്കിനെയാണ്. ഒരു കാര്യം ഓർത്തോളുക, നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്നാണ് പഠിക്കുന്നത്. പക്ഷേ ഐബക്ക് ഭരിച്ചുകൊണ്ടിരുന്ന സമയം എവിടെയായിരുന്നു ക്യാപിറ്റല്? ലാഹോർ ആയിരുന്നു ക്യാപിറ്റൽ. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നു. കേട്ടോ, ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്ന ആരാ? അത് ഇൽത്തുമിഷ. അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഡൽഹി സുൽത്താനിന്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് 1206 മുതൽ 1526 വരെയാണ്. ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഐബക്കിനെയാണ്. അപ്പൊ ഐബക്ക് റൂൾ ചെയ്തിരുന്ന സമയത്ത് എവിടെയായിരുന്നു ക്യാപിറ്റല്? ലാഹോർ ആയിരുന്നു. പക്ഷെ ഐബക്ക് പോളോ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോഴ്സിന് മുകളിൽ നിന്ന് വീണ് മരണപ്പെടുകയാണ്. ഐബക്കിന് ശേഷം വന്ന അടുത്ത റൂളറാണ് ഇൽത്തുമിഷ്. റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഇൽത്തുമിഷ്. സിൽവർ തങ്ക, കോപ്പർ ജിറ്റൽ 2 കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നു ആരാണ്? ഇൽത്തുമിഷ്. 2024 നടന്നൊരു എക്സാമിന് ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നു. ഇൽത്തുമിഷിന്റെ ടോംബ് ബിൽഡ് ചെയ്യുന്ന വർഷം എന്നാണ്. ഇൽത്തുമിഷിന്റെ ടോംബ് ബിൽഡ് ചെയ്യുന്ന വർഷം അത് 1235 1235 ഈ ഇൽത്തുമിഷിന്റെ മകളാണ് ആര്? റസിയ സുൽത്താൻ. ഓക്കെ, ഈ ഇൽത്തുമിഷിന്റെ മകളാണ് ആര്? റസിയ സുൽത്താൻ. ഇനി അതിനെ പറ്റി നമുക്ക് പഠിക്കാം. ഇൽത്തുമിഷിന്റെ മകളാണ് ആര്? റസിയ സുൽത്താൻ. നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ റസിയ സുൽത്താനയുടെ റൂളിംഗ് പീരീഡ് 1236 മുതൽ 1240 വരെയായിരുന്നു. ആരുടെ റൂളിംഗ് പീരീഡ്? റസിയ സുൽത്താനയുടെ റൂളിംഗ് പീരീഡ്. നമ്മൾ ഇൽത്തുമിഷിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇവിടുന്ന് എക്സാമിന് വന്ന് ഒരു ഫാക്റ്റും കൂടെ നോട്ട് ചെയ്തോ. തബാക്കത്തി നസറി, തബാക്കത്തി നസറി എന്ന് പറയുന്ന വർക്ക് ആരുടെയാണ്? ഇത് ഇൽത്തുമിഷിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന മിൻഹാജി സിറാജ്. ഇത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കേട്ടോ. ഈ മിൻഹാജി സിറാജിന്റെ വർക്കാണ് ഇതെന്ന് പറയുന്നത് തബാക്കത്തി നസറി എന്ന് പറയുന്നത്. മിൻഹാജ് MIN ഉണ്ട്. മിൻഹാജി സിറാജിന്റെ വർക്കാണ് ഇതെന്ന് പറയുന്നത് തബാക്കത്തി നസറി എന്ന് പറയുന്നത്. അപ്പൊ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു ആര്? സുൽത്താന റസിയ അല്ലെങ്കിൽ റസിയ സുൽത്താൻ. റസിയ സുൽത്താന്റെ റൂളിംഗ് പീരീഡ് 1236 മുതൽ 1240 വരെയാണ്. ഓൺലി വൺ വുമൺ റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താന്റെ ഒരേ ഒരു വുമൺ റൂളറാണ് ആരെന്ന് പറയുന്നത്? റസിയ സുൽത്താൻ എന്ന് പറയുന്നത്. ഓർക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following Vedas was Dasharanjana war? The War of 10 Kings mentioned. അപ്പൊ The War of 10 Kings എന്നറിയപ്പെടുന്ന ദശരഞ്ജന വാർ ഏത് വേദവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന് ആൻസർ ഋഗ്വേദം. നമ്മുടെ ഓൾഡസ്റ്റ് വേദ അല്ലെ, നമ്മളുടെ ഓൾഡസ്റ്റ് വേദ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രൊമിനന്റ് ഗോഡ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഇന്ദ്രയാണ്.
അപ്പൊ ഓൾഡസ്റ്റ് വേദ ഏതാണ്? ഋഗ്വേദ. ഈ ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രൊമിനന്റ് ഗോഡ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഇന്ദ്ര. നമുക്ക് ഏർലി വേദിക് സിവിലൈസേഷൻ പീരീഡിന്റെ എവിഡൻസ് ലഭിക്കുന്നത് ഋഗ്വേദത്തിൽ നിന്നാണ്. ഓക്കെ, ഏർലി വേദിക് പീരീഡ് സിവിലൈസേഷന്റെ എവിഡൻസ് ലഭിക്കുന്നത് നമുക്ക് ഏതിൽ നിന്നാണ്? അത് ഋഗ്വേദത്തിൽ നിന്നാണ്. അപ്പൊ അറിയുക, ഋഗ്വേദം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സോഴ്സിൽ നിന്നാണ്? രുദ്രയിൽ നിന്നാണ്. ഏതാണ്? രുദ്ര. അപ്പൊ അത്ര ഓർക്കാലോ. ദശരഥരാവ് വാർണയെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്ന വേദം ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഋഗ്വേദമാണ്. ഓൾഡസ്റ്റ് വേദയാണ് ഋഗ്വേദ എന്ന് പറയുന്നത്. ഋഗ്വേദത്തിലെ പ്രൊമിനന്റ് ഗോഡാണ് ഇന്ദ്ര എന്ന് പറയുന്നത്. ഏർലി വേദിക് പീരീഡ് സിവിലൈസേഷനെ പറ്റി പറയുന്നത് ഏതിലാണ്? ഋഗ്വേദത്തിലാണ്. ഋഗ്വേദത്തിന്റെ സ്റ്റാർട്ടിംഗ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ വേഡ് രുദ്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദഗ്ഗ ഹുളിയ ആൻഡ് ക്യാഷ് പേയ്മെന്റ് സിസ്റ്റം ടു സോൾജിയേഴ്സ് ഇൻ ദ ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹിയിലുള്ള സോൾജിയേഴ്സ് അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിലെ സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് ദഗ്ഗ ഹുളിയ അതുപോലെ ക്യാഷ് പേയ്മെന്റ് സിസ്റ്റം സോൾജിയേഴ്സിന് ഇത്തരം കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ആൻസർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അലാവുദ്ദീൻ ഖിൽജി. ഏത് ഡൈനാസ്റ്റി റൂളറാണ്? ഖിൽജി ഡൈനാസ്റ്റി റൂളറാണ് ആരെന്ന് പറയുന്നത്? അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. ഓർത്തോളുക, മാർക്കറ്റ് റെഗുലേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് റെഗുലേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? മാർക്കറ്റ് റെഗുലേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. സിറി സിറ്റിയുടെ ഫൗണ്ടർ. സിറി സിറ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി സ്വന്തമായിട്ട് നൽകിയ വിശേഷണമാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് അലക്സാണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് റെഗുലേഷൻ സിസ്റ്റം, സിറി സിറ്റിയുടെ ഫൗണ്ടർ, സെക്കൻഡ് അലക്സാണ്ടർ എന്ന് സ്വന്തമായിട്ട് വിശേഷിപ്പിച്ചത് ആരെയാണ്? അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ ഡൽഹി സുൽത്താനേറ്റ്. സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് ആരെന്ന് പറയുന്നത്? അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടാക്സ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ടാക്സിന്റെ പേരാണ് ഗാരി ടാക്സ്. ഏതാണ്? ഗാരി ടാക്സ്. ഹൗസ് ടാക്സ് ആയിരുന്നു കേട്ടോ, ഹൗസ് ടാക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നു, മിർ ഹസൻ ദഹ്ലാവി. മിർ ഹസൻ ദഹ്ലാവി ആരുടെ കോർട്ടിലുണ്ടായിരുന്ന ആളായിരുന്നു? മിർ ഹസൻ ദഹ്ലാവി, അലാവുദ്ദീൻ ഖിൽജി. അപ്പൊ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഡൽഹി സുൽത്താനേറ്റ് റൂളർ ആയിരുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ് ദഗ്ഗ ഹുളിയ ക്യാഷ് പേയ്മെന്റ് സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ് റെഗുലേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അലാവുദ്ദീൻ ഖിൽജി. സിറി സിറ്റിയുടെ ഫൗണ്ടർ ആരാണ്? അലാവുദ്ദീൻ ഖിൽജി തന്നെയാണ്. അലാവുദ്ദീൻ ഖിൽജി തന്നെയാണ് എന്നറിയപ്പെടുന്നത് സെക്കൻഡ് അലക്സാണ്ടർ എന്നറിയപ്പെടുന്നത്. സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ ഡൽഹി സുൽത്താനേറ്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ഇൻട്രൊഡ്യൂസ് ചെയ്ത ടാക്സ് ആണ് ഗാരി ടാക്സ് എന്ന് പറയുന്നത്. മിർ ഹസൻ ദഹ്ലാവി. ഓക്കെ, മിർ ഹസൻ ദഹ്ലാവി അലാവുദ്ദീൻ ഖിൽജിയുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത്? മിർ ഹസൻ ദഹ്ലാവി എന്ന് പറയുന്നത്. ഓർത്തിരിക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡ്യൂറിംഗ് അലാവുദ്ദീൻ ഖിൽജിസ് റെയിൻ ദ ക്ലോത്ത് മാർക്കറ്റ് വാസ് നോൺ ആസ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈം പീരീഡിൽ ക്ലോത്ത് മാർക്കറ്റിനെ എന്തായിരുന്നു അറിയപ്പെട്ടിരുന്നത്? അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈം പീരീഡിലുള്ള ക്ലോത്ത് മാർക്കറ്റ് ആണ് സറായി അഡൽ എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈം പീരീഡിലുള്ള ക്ലോത്ത് മാർക്കറ്റ് ആണ് ഇത് സറായി അഡൽ എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈം പീരീഡിലുള്ള ഗ്രെയിൻ മാർക്കറ്റ്, അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈം പീരീഡിലുള്ള ക്ലോത്ത് മാർക്കറ്റ് ആണ് സറായി അഡൽ. ആ സമയത്ത് ഉണ്ടായിരുന്ന ഗ്രെയിൻ മാർക്കറ്റ് ആണ് ഇത് ഷഹറായി മണ്ഡി. ഓക്കെ, അപ്പൊ അത് രണ്ടും ഓർത്തോളുക. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇനിയും റിപ്പീറ്റ് ചെയ്യും. അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈം പീരീഡിലുള്ള ക്ലോത്ത് മാർക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ സറായി അഡൽ ആണ്. ഗ്രെയിൻ മാർക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഷഹറായി മണ്ഡി. ഓക്കെ, 1 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഹു വാസ് ദ മുഗൾ എംപറർ ഡ്യൂറിംഗ് തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിന്റെ സമയത്ത് മുഗൾ റൂളർ ആരായിരുന്നു? തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്താണെന്ന് അറിയണം. 1761 ആരൊക്കെ തമ്മിലാണ്?
മറാത്തകളും അഫ്ഗാൻസും തമ്മിലാണ്. ഓക്കെ, മറാത്തകളും അഫ്ഗാൻസും തമ്മിലാണ് എന്ത് തേർഡ് ബാരൽ ഓഫ് പാനിപ്പട്ട്. അറിയുക, തേർഡ് ബാരൽ ഓഫ് പാനിപ്പട്ട് ഏത് വർഷമാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1761 ഈ സമയത്ത് മുഗൾ എംപറർ ആണ് ഷാ ആലം സെക്കൻഡ്. ആരാണ്? ഷാ ആലം സെക്കൻഡ്. അപ്പൊ തേർഡ് ബാരൽ ഓഫ് പാനിപ്പട്ട് എന്നാണ് 1761 ആണ്. ആരൊക്കെ തമ്മിലാ? മറാത്തകളും അഫ്ഗാൻസും തമ്മിലാണ്. ഷാ ആലം സെക്കൻഡ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ബാരൽ ഓഫ് പാനിപ്പട്ട് എന്താണ്? 1526 സെക്കൻഡ് ബാരൽ ഓഫ് പാനിപ്പട്ട് എന്താണ്? അത് 1556 ഫസ്റ്റ് ബാരൽ ഓഫ് പാനിപ്പട്ട് ആരൊക്കെ തമ്മിലായിരുന്നു? ബാബറും അതുപോലെ ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു. സെക്കൻഡ് ബാരൽ ഓഫ് പാനിപ്പട്ട് എന്ന് പറയുന്നത് അക്ബറും ഹെമൂവും തമ്മിലാണ്. ആരൊക്കെ തമ്മിലാ? അക്ബറും ഹെമൂവും തമ്മിൽ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? തേർഡ് ബാരൽ ഓഫ് പാനിപ്പട്ട് 1761 മറാത്തകളും അഫ്ഗാനും തമ്മിലാണ്. ഫസ്റ്റ് ബാരൽ ഓഫ് പാനിപ്പട്ട് 1526 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. സെക്കൻഡ് ബാരൽ ഓഫ് പാനിപ്പട്ട് 1556 ആരൊക്കെ തമ്മിലാണ്? അക്ബറും ഹെമൂവും തമ്മിലാണ്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, who among the following was the head of ദിവാനി ഇൻഷാ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താന്റെ അണ്ടറിലുള്ള ദിവാനി ഇൻഷ അതിന്റെ ഹെഡ് ആരാണ്? അപ്പൊ ദിവാനി ഇൻഷ എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറസ്പോണ്ടൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറസ്പോണ്ടൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ദബീർ-ഇ ഖാസ് ആണ്, അല്ലെങ്കിൽ ദാബിർ-ഇ ഖാസ് ആണ്. ഓക്കെ, അപ്പൊ ദിവാനി ഇൻഷ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? ദാബിർ-ഇ ഖാസ് ആണ്. ആരാണ്? ദാബിർ-ഇ ഖാസ് ആണ്. ഓക്കെ, then അടുത്തത്, he was the Delhi Sultan who started the practice of sijada and paibos. ഇതെന്താണ്? പേർഷ്യൻ കസ്റ്റംസ് ആണ്. പൈബോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിസ്സിംഗ് ദ ഫീറ്റ് ഓഫ് ആൻ എംപറർ. ഒരു എംപറിന്റെ കാലം എന്ത് ചെയ്യുക? കിസ് ചെയ്യുക. സിജഡ എന്ന് പറയുന്നത് എന്താണ്? നീൽ ഡൗൺ ആൻഡ് ടച്ച് ദ ഗ്രൗണ്ട് വിത്ത് യുവർ ഹെഡ്. നമ്മൾ മുട്ടുകുത്തി ഇരുന്നിട്ട് നമ്മുടെ തല എന്ത് ചെയ്യുക? ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക. നമ്മുടെ സുൽത്താനുള്ള ഓണർ പ്രകാരം നമ്മൾ അങ്ങനെ ചെയ്യുക. അതാണ് സിജഡ. അപ്പൊ സിജഡയും പൈബോസും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അത് ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്ന ആരെയാണ്? അത് ഗിയാസുദ്ദീൻ ബാൽബനെയാണ്. ഗിയാസുദ്ദീൻ ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പേർഷ്യൻ ഫെസ്റ്റിവൽ ആണ് ഇത് നൗറോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പേർഷ്യൻ ഫെസ്റ്റിവൽ ആണ് ഇത് നൗറോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറിയുക, ഗിയാസുദ്ദീൻ ബാൽബൻ ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. അപ്പൊ സേവിയർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ. നൗറോസ് എന്ന് പറയുന്ന പേർഷ്യൻ ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഓക്കെ, അതുപോലെ തന്നെ ബാൽബന്റെ കോർട്ടിലെ ആരുണ്ടായിരുന്നു? അമീർ ഖുസ്രു. ഓക്കെ, ബാൽബന്റെ കോർട്ടിലെ ആരുണ്ടായിരുന്നു? അമീർ ഖുസ്രു. തബല സിത്താര ഇൻവെന്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അമീർ ഖുസ്രു ആണ്. മ്യൂസിക്കോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ദ്രപ്രസ്ഥമാത ഓർ ഇന്ദ്രപ്രസ്ഥമാത, ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ദ്രപ്രസ്ഥമാത ഓർ ചതുർദന്തി സമ്പ്രദായം. ഇന്ദ്രപ്രസ്ഥമാത ഓർ ചതുർദന്തി സമ്പ്രദായം. ഇന്ദ്രപ്രസ്ഥമാത ഓർ ചതുർദന്തി സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? അത് അമീർ ഖുസ്രു ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who among the following Kushana king was the founder of Kushana dynasty? കുശാന ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കുജ്ലാക് കാഡ്ഫിസസ് ആണ്. കുശാന ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? കുജ്ലാക് കാഡ്ഫിസസ് ആണ്. കുശാന ഡൈനസ്റ്റിയുടെ ക്യാപിറ്റൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പുരുഷപുര അല്ലെങ്കിൽ പെഷവാർ. ഞാൻ അഗൈൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കംപ്ലീറ്റ് ഫാക്റ്റുകളും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുപോലും സ്കിപ്പ് ചെയ്ത് പഠിക്കല്ലേ, എല്ലാം പഠിച്ചു കൊടുക്കണം. ഓക്കെ,
അപ്പൊ കുശാന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കുജിലാക് കാഡ്ഫിസിസ് ആണ്. കുശാന ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ആണ് പുരുഷപുര അല്ലെങ്കിൽ പെഷവാർ എന്ന് പറയുന്നത്. ഈ കുശാന ഡൈനാസ്റ്റിയിലെ ഫേമസ് ആയിട്ടുള്ള റൂളർ ആണ് ആര്? കനിഷ്ക. ശക എറ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കനിഷ്കനാണ്. ശക എറ സ്റ്റാർട്ട് ചെയ്ത വർഷം എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ 78 AD യിലാണ്. ഓക്കെ, കുശാന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ആര്? കുജിലാക് കാഡ്ഫിസിസ്. കുശാന ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എവിടെയാണ്? പുരുഷപുര അല്ലെങ്കിൽ പെഷ്വാർ ആണ്. കുശാന ഡൈനാസ്റ്റിയുടെ ഫേമസ് റൂളർ ആണ് ആര്? കനിഷ്ക. ശക എറ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? കനിഷ്കനാണ്. എന്ന് 78 AD. എന്നാണ് 78 AD. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സിലപ്പതികാരം, the earliest epic poem in Tamil, was written in the 5th and 6th century CE. സിലപ്പതികാരം എഴുതിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഇളങ്കോ അടികളാണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. തൊൽക്കാപ്പിയാർ എഴുതിയതാണ് തൊൽക്കാപ്പിയം. തൊൽക്കാപ്പി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ തൊൽക്കാപ്പിയാർ ആണ്. സിറ്റലൈ സറ്റനാർ. ഓക്കെ, മണിമേഖലൈ. മണിമേഖലൈ സംഘം ഏജിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ. മണിമേഖലൈ എഴുതിയത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? സിറ്റലൈ സറ്റനാർ ആണ്. അത് മൂന്ന് ഓർത്തോളുക. സിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികൾ, തൊൽക്കാപ്പിയം എഴുതിയത് തൊൽക്കാപ്പിയാർ ആണ്, മണിമേഖലൈ എഴുതിയത് ആരാണ്? സിറ്റലൈ സറ്റനാർ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.